PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ആദ്യമായി സ്ത്രീകൾ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി ആർത്തവം വരിക, മുഖത്ത് രോമം വളർച്ച കൂടുക, വെയിറ്റ് കൂടുക, പിമ്പിൾസ് ഉണ്ടാകുക എന്നുള്ളതാണ്. PCOS ഉള്ള സ്ത്രീകളിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് ഇവർക്ക് ഗർഭം ധരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തതും പീരിയഡ്സും ഇറഗുലർ ക്രമം തെറ്റി വരാനും സാധ്യതയുള്ളത്. ഇതിൽ ലോങ് ടേം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. PCOS ഉള്ള സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കൊളസ്ട്രോളിൽ വേരിയേഷൻ വരാം. ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക്കും ഈ കാറ്റഗറി ഓഫ് പേഷ്യൻസിൽ കൂടുതലാണ്. പിന്നെ ഗർഭാശയ ക്യാൻസറിനുള്ള സാധ്യതയും ഈ കാറ്റഗറിയിലുള്ള പേഷ്യൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. അതിൽ പറയുന്നത് ഡയറ്റും എക്സസൈസും. എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഒരു 20 minutes ഓഫ് എക്സസൈസ് എല്ലാ ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും. വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. ഡയറ്റ് ജങ്ക് ഫുഡും ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ് എല്ലാം തന്നെ കുറയ്ക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ മെജോറിറ്റി ഓഫ് ദ കേസസ് ട്രീറ്റബിൾ ആണ്. പിന്നെ വരുന്ന അതർ പ്രോബ്ലംസ്, ഇപ്പോൾ പിമ്പിൾസോ ഇൻക്രീസ്ഡ് ഫേഷ്യൽ ഹെയർ, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഇറഗുലർ പീരിയഡ്സ് വരുമ്പോഴാണ് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആ കാറ്റഗറി ഓഫ് പേഷ്യൻസിന് എടുക്കേണ്ടി വരും.